ഗായ്സ്, ഇന്നിതാ ഞാൻ എത്തിയിട്ടുള്ളത് അജ്മാൻ ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇവിടെ, എന്തിനാണ് വരുന്നത്, നമ്മൾ ഫിഷ് മേടിക്കാൻ വന്നതാണ്. അപ്പോൾ അതാ ഈ മീൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞോട് പറഞ്ഞു, ഞങ്ങൾ മുന്നേ ഇവിടുന്ന് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ അത് തന്നെ മേടിക്കാറുണ്ട്. അങ്ങനെ അത് തൂക്കി നോക്കിയപ്പോൾ 7 കിലോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് മേടിച്ച് അത് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടാ. നല്ല വെയിറ്റ് ഉണ്ട്, 7 കിലോനൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ എന്നിട്ട് പറഞ്ഞോട് പറഞ്ഞു കുറച്ചും കൂടി വലിപ്പുണ്ടെങ്കിൽ എൻ്റെ അത്രയുള്ള മീനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഞങ്ങളത് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അതിലിത്ര 5 kg അങ്ങനെ എന്താട്ടോ വന്നത് കേട്ടോ. അതിൻ്റെ നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ് കേട്ടോ. പിന്നെ അവിടെ കല്ലുമ്മക്കായ, അതുപോലെ കൂന്തൾ, അങ്ങനെ ഒരുവിധം വെറൈറ്റി ഫിഷസ് കംപ്ലീറ്റ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നല്ല മാർക്കറ്റ് പ്രൈസിന് ചീപ്പ് റേറ്റിന് ഫിഷ് മേടിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ അജ്മാൻ ഫിഷ് മാർക്കറ്റ്. ഞങ്ങൾ മോസ്റ്റ്ലി ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മേടിക്കാറ്. നമുക്ക് ഫ്രഷ് ഫിഷ് അടിപൊളിയായിട്ട് നമുക്ക് ഫ്രഷ് ഫിഷ് കിട്ടും. അതായത് നമ്മൾ നോർമലി നമുക്കത് ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം മത്തിയൊക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതും മറ്റിടത്തുനിന്ന് വാങ്ങിയതും നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ് കേട്ടോ. അങ്ങനെ വന്നിട്ട് പരിചയമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ആ മീൻ വാങ്ങിയാൽ പിന്നെ വേറെ ഒന്നും വാങ്ങിയില്ല. കാരണം അത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കവറാക്കിയാൽ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ലോയിസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കിലോന് എന്തായിരുന്നു പ്രൈസ് ഞാൻ മറന്നു പോയിട്ടോ. പിന്നെ അതാ ഇവിടെ ഈ കഥ ഈ ഫിഷിനെ കുറിച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കുറേ കാര്യങ്ങൾ എങ്ങനെ എടുക്കണം എന്താന്നൊക്കെ. അപ്പോൾ ഇവരതാ അടി കിട്ടും ഗൈസ്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഫിഷൊക്കെ ഒന്ന് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഷ് വേണ്ട ആൾക്കാർ നമ്മളെ വീഡിയോസിൽ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് പോകും കേട്ടോ. അവർ നല്ല ഞങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിന് ഫിഷൊക്കെ അടിപൊളി ഫ്രഷ് ഫിഷ് തരും കേട്ടോ. നല്ല അടിപൊളി കൊഞ്ചാണ് കേട്ടോ. അതായത് നല്ല അടിപൊളി ചെമ്മീൻ, നല്ല വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ചെമ്മീൻ മേടിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ടിപ്പ് നിങ്ങളോട് പറയാൻ, അന്ന് തന്നെ തല ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ക്ലീൻ ആക്കാതെ വെച്ചാലും ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ തല യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം കട്ട് ചെയ്തിട്ട് അന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കായം പരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്രൈ ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കത് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അതാ വലിയ ഞണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്നും ഉള്ളിൽ വെള്ളമല്ല, ഉള്ളിൽ നല്ല മാംസമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മറന്നിട്ട് കാല് പിടിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ വേറെ വിചാരിച്ച് അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് കാല് പൊട്ടി കഴിഞ്ഞാൽ ചില ആൾക്കാർ ഞണ്ട് വാങ്ങില്ല എന്ന്. അപ്പോൾ ഞാൻ വേഗം മലത്തി പിടിച്ച്, കാരണം അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കരുതല്ലോ. അപ്പോൾ അത് അവിടെയുള്ള ആൾക്കാർ അത് പിടിച്ചിട്ട് നോക്കി വെക്കും, നല്ല അടിപൊളി മീനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഉപ്പാടെ കയ്യിൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഓവർ കൈയായിട്ട് പിടിക്കാനും വയ്യ. ഉപ്പ 2 കയ്യിൽ ഫുള്ള് മീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല നട്ട് വെച്ചാൽ ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു, 11-12 മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ. എൻ്റെ ഫേസൊക്കെ ആകെ ഡാർക്ക്നെസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളിത് ബൈക്കുമേലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പെട്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഫിഷൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇനി വീഡിയോസ് വേണമെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.